NH അൻവറിന്റെ ദീർഘവീക്ഷണമാണ് കുത്തകൾക്ക് ബദലാവുന്ന വലിയ സംരംഭമായി കേരള വിഷനെ മാറ്റിയതെന്ന് പ്രമുഖ മാധ്യമ പ്രവർത്തകൻ ശശികുമാർ പറഞ്ഞു. NH അൻവർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ അവാർഡുകൾ ചടങ്ങിൽ വിതരണം ചെയ്തു. സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. കൊച്ചിയിൽ നടന്ന NH അൻവർ അനുസ്മരണ പരിപാടിയിലാണ് NH അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത്. വിവരവിനിമയ മാധ്യമ മേഖലയിലെ കുത്തകാധിപത്യം, ബദൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു. കേരള വിഷന് പിന്നിൽ NH അൻവറിൻ്റെ ദീർഘവീക്ഷണമാണെന്നും മാധ്യമരംഗത്ത് ബദൽ മുന്നോട്ട് വയ്ക്കാൻ കേരള വിഷന് കഴിയുമെന്നും പ്രമുഖ മാധ്യമപ്രവർത്തകൻ ശശികുമാർ അഭിപ്രായപ്പെട്ടു. കോർപ്പറേറ്റുകൾക്ക് അവരുടെ ഒരു അനിവാര്യമായ സ്വഭാവമുണ്ട്, അതിന് അനിവാര്യമായൊരു തീരുമാനമുണ്ട്. ആ രീതിയിലല്ലാതെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല. വിജയിച്ചു വരുമ്പോഴാണ് അതിൻ്റെ തനി നിറം പുറത്തു വരിക എന്നുള്ളതാണ് സത്യം. ഇത് കോർപ്പറേറ്റുകളുടെ ഒരു സ്വഭാവമാണ്. എവിടെയാണെങ്കിലും എങ്ങനെയാണെങ്കിലും ഇത് വന്നിരിക്കും. ഇന്ന് ലോകത്തിലെ എല്ലാ ഇക്കണോമിക് ഓർഗനൈസേഷനും ഓർഡറും തിരിച്ചു മറിച്ച് അട്ടിമറിച്ച് പുതിയ ഒരു ഇക്കണോമിക് സിസ്റ്റം തന്നെ രൂപീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിലവർ വിജയിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല. കാരണം അത് അങ്ങനെ വിജയിക്കണമെങ്കിൽ ലോകത്തിലെ എല്ലാവരും they must be of a slavish mentality എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും അത് വലിയൊരു അപകടം തന്നെയാണ്. സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ KS രാധാകൃഷ്ണൻ, കെൽട്രോൺ മുൻ CG MKV അനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. അപ്പോൾ ഏത് രംഗത്തേക്കും വിനിമയത്തിന് പുതിയ പുതിയ കാര്യങ്ങൾ വരികയും ആ പുതു കാര്യങ്ങളുമായിട്ട് പുതുതലമുറ യോജിച്ചു പോവുകയും ചെയ്യും. പഴയ തലമുറക്ക് അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പരാതി ഉണ്ടാകും. ഇപ്പൊ പത്രം വായിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ തലമുറയിൽപ്പെട്ടവരുടെ മാത്രം ഒരു ബാധ്യതയാണ്. അതിനുശേഷം എനിക്കൊരു 50 വയസ്സിൽ താഴെയുള്ള ആരെങ്കിലും പത്രം വായിക്കുന്നുണ്ടോ കേരളത്തിലെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് സത്യം. ലോകത്തുണ്ടായേക്കണ ഏറ്റവും മാറ്റം വരുത്തിയ, വിപ്ലവകരമായ മാറ്റം വരുത്തിയ ഒരു കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ചക്രത്തിന് ശേഷം ഇന്റർനെറ്റാണ്. ഇന്റർനെറ്റ് വന്നതോടുകൂടി വിവരങ്ങളുടെ അധികാരികളായി എല്ലാവരും മാറുന്നു എന്ന് മാത്രമല്ല, എല്ലാവരും വിവരവിനിമയ രംഗത്ത് പ്രവർത്തിക്കാനും തുടങ്ങി എന്നുള്ളതാണ് വസ്തുത. ഇവിടെ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നതിന് മുമ്പ് എന്താണ് കുത്തക എന്നുള്ളതിന് കുറച്ചും കൂടി ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു മത്സരം ഉണ്ടാവുക, അതിൽ ഒന്നാം കിടമാവുക എന്നുള്ളതൊന്നും ഒരു കുത്തകയുടെ ഒരു നിർവചനമായിട്ട് ഞാൻ കാണുന്നില്ല. കുത്തക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഒരു മുതലാളിത്ത വ്യവസ്ഥയുടെ അതിൻ്റെ ജീർണിച്ച കാലഘട്ടത്തിൽ മുതലാളിത്ത വ്യവസ്ഥയ്ക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം മത്സരം സാധ്യമാണ്. അതാണ് അതിൻ്റെ പുരോഗമനസഭയായിട്ട് പറയുന്നത്. മുൻകാലങ്ങളിലെ വ്യവസ്ഥയിൽ നിന്നും മാറി നിന്നിട്ട് പുതിയ വ്യവസ്ഥയ്ക്കുള്ളത് മത്സരം സാധ്യമാവുന്നു എന്നുള്ളതാണ്. ആ മത്സരത്തെ തടഞ്ഞുകൊണ്ട് ഒരാൾക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ഏതാനും കുറച്ചു പേർക്ക് മാത്രം ഒരു രംഗത്ത് പ്രവർത്തിക്കാനാവുക എന്നുള്ളതാണ് കുത്തകവൽക്കരണം. സമഗ്ര സംഭാവന പുരസ്കാരം 24 ന്യൂസ് ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ ഏറ്റുവാങ്ങി. ഈ കേരളത്തിൽ ഇപ്പോൾ ഈ വാർത്താ ചാനലുകളിൽ നമ്മൾ നടക്കുന്ന ഈ മത്സരം എന്ന് പറഞ്ഞാൽ നമുക്ക് വാക്കുകളിൽ വിരമിക്കാൻ പറ്റില്ല. സാർ വൈസ് ചാൻസലർ ആയിരുന്ന ആളാണ്. സാറിൻ്റെ ഭാഗ്യം എന്താ വെച്ചാൽ VC ആയിട്ട് മത്സരിക്കാൻ വേറെ ആൾ കയറി വരത്തില്ല, അവിടെ ഒരാളേ ഉള്ളൂ. നമ്മുടെ അതേസമയം ആ സ്ഥലത്ത് 5 VC കയറി വന്ന് സാറിൻ്റെ കൂടെ ഇരുന്ന് എന്തായിരിക്കും അവസ്ഥ? ഇതുപോലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ചിലപ്പോഴേക്കും എനിക്ക് ശശികുമാർ സാറിനെ കാണുമ്പം ഒരു സന്തോഷം തോന്നാറുണ്ട്. സാർ എത്രയോ ഭാഗ്യവാനാണ്. നല്ല സമയത്ത് ഈ പരിപാടി അവസാനിപ്പിച്ചു. സാറിപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതല്ല, എനിക്കൊന്ന് സാറിന് ഈ ടെൻഷൻ താങ്ങാൻ പറ്റുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ ഇടയ്ക്ക് എൻ്റെ അടുത്തൊരു ഡോക്ടർ പറഞ്ഞു, ECGയിലൊക്കെ ചെറിയൊരു വേരിയേഷൻ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ അടിച്ചു പോകാത്ത ഭാഗ്യം പോകുന്നത്. അപ്പോൾ അയാൾ ന്യൂസിലാണ് വർക്ക് ചെയ്തിട്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അപ്പം സാറ്റലൈറ്റ് ചാനൽ വിഭാഗത്തിലെ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ ഏഷ്യാനെറ്റ് ന്യൂസിലെ അഞ്ജുരാജ്, കേബിൾ TV വിഭാഗത്തിൽ മികച്ച ന്യൂസ് സ്റ്റോറി റിപ്പോർട്ടറായ വയനാട് വിഷനിലെ AP ഷാജി, മികച്ച ക്യാമറാമാനായ കോട്ടയം ദൃശ്യ ചാനലിലെ ബിജു തോമസ്, മികച്ച അവതാരകയായ കോട്ടയം ദൃശ്യ ചാനലിലെ ദീപാഹരി, പ്രത്യേക പരാമർശത്തിനർഹനായ UCV ചാനലിലെ ബിനു ദാമോദരൻ എന്നിവർ അവാർഡുകൾ ഏറ്റുവാങ്ങി.
COA സംസ്ഥാന അധ്യക്ഷൻ പ്രവീൺ മോഹൻ ചടങ്ങിൽ അധ്യക്ഷനായി. ട്രസ്റ്റ് ട്രഷറർ കെ വിജയകൃഷ്ണൻ പുരസ്കാര വിശദീകരണം നടത്തി. പ്രശസ്ത മാധ്യമപ്രവർത്തകൻ ഗൗരിദാസൻ നായർ, VBS ലോക്ഷോർ MD അഡ്വക്കേറ്റ് SK അബ്ദുള്ള, KCCL ചെയർമാൻ K ഗോവിന്ദൻ, COA ട്രഷറർ ബിനു ശിവദാസ്, NH അൻവർ ട്രസ്റ്റ് സെക്രട്ടറി KV രാജൻ എന്നിവർ സംസാരിച്ചു. NH അൻവർ ട്രസ്റ്റ് ചെയർമാൻ അബൂബക്കർ സിദ്ദീഖ് സ്വാഗതവും COA ജനറൽ സെക്രട്ടറി PB സുരേഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.